തെരുവ് നായ്ക്കളെ കാരണം പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു നാടുണ്ട് തൃശ്ശൂരിൽ. തൃശ്ശൂരുകാർക്ക് ഇവിടെ കമോൺ. ഈ മേഖലയിൽ നിരവധി പേർക്ക് കടിയേറ്റു. അവണൂർ പഞ്ചായത്തിലെ ചൂലിശ്ശേരിയിലാണ് ഒരു റോഡ് മുഴുവൻ നായക്കൂട്ടം കൈയടക്കി വച്ചിരിക്കുന്നത്. അവണൂർ പഞ്ചായത്തിലെ 7-ാം വാർഡ് ചൂലിശ്ശേരി ഭാഗത്താണ് തെരുവ് നായ്ക്കളുടെ ആക്രമണം മൂലം ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. അതായത് ഈ ഒറ്റപ്പെട്ട ആളുകൾ, അതായത് ഒരാൾ കൂട്ടിനില്ലാണ്ട് ഈ വഴിക്ക് വരാൻ പറ്റില്ലെന്ന്. ജനങ്ങൾക്ക് ഇങ്ങോട്ട് വരാനോ യാത്ര ചെയ്യാനോ പറ്റുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ കഴിഞ്ഞാൽ വേസ്റ്റുകൾ ഡംപ്, അതായത് പല അറവുശാലകളിൽ നിന്ന് മറ്റുള്ളതിൽ നിന്ന് കൊണ്ടുവരിക, അത് വേസ്റ്റുകൾ സ്റ്റോർ ചെയ്ത് വീട്ടിൽ വയ്ക്കുക, അത് സാധനം ചീഞ്ചായിട്ട് പൊഴുത്ത രാത്രി സമയങ്ങളിൽ കാലങ്ങളിൽ ഇറങ്ങി അത് ഇങ്ങനെ തെരുവിലുള്ള ഇട്ട് കൊടുക്കുക. അപ്പോൾ നായ്ക്കൾ ഇവിടുന്ന് പോകണില്ല. ചെറിയ പിള്ളേർക്ക് വരെ നമുക്ക് വറക്കാൻ പറ്റില്ല. പിന്നെ വലിയവർക്ക് വരെ വണ്ടി പോണവരെ എത്ര ആൾക്കാരെ കൂത്തുമറിഞ്ഞ് വീണിച്ചിട്ടാ തെരുവ് നായ്ക്കളുടെ ശല്യം കൊണ്ട് എത്ര ആൾക്കാരോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഈ വഴിയാണ് വരണത്. അപ്പൊ പിള്ളേർക്കൊന്നും വരാൻ പറ്റുന്നില്ല. അവരനൊക്കെ പിന്നിൽ ഓടാണ്. പ്രദേശത്തെ ഒരു വീട്ടിൽ തെരുവ് നായ്ക്കൾക്ക് സ്ഥിരമായി ഭക്ഷണം നൽകുന്നതും അറവ് മാലിന്യങ്ങൾ ഉൾപ്പെടെ റോഡിൽ വിതറുന്നതും നായ്ക്കൾ പെറ്റുപെരുകാൻ കാരണമായെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇരുചക്രവാഹനത്തിലോ നടന്നോ ഇതുവഴി മുതിർന്നവർക്ക് പോലും പോകാൻ കഴിയുന്നില്ല. മുഴുവൻ സമയവും 10-ലധികം തെരുവ് നായ്ക്കൾ ഇവിടെയുണ്ട്. സ്കൂൾ വിട്ടുപോകുന്ന കുട്ടികൾക്കുൾപ്പെടെ ഭയമാണ് ഇതുവഴി പോകാൻ. കഴിഞ്ഞ ആഴ്ചയാണ് ഒരു കുട്ടിയെ ഈ നായ്ക്കൾ ആക്രമിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു. ഇവിടുന്ന് ഭക്ഷണം ഒന്നും ആർക്കും അറിയില്ല. ഇവിടെ ഭക്ഷണം വരില്ല. ഇവിടെ വൈകുന്നേരങ്ങളിൽ വേസ്റ്റും കണിയാണ്ട്. പിന്നെ ഈ വഴി കൂടെ പോവാൻ റോട്ടിൽ വേസ്റ്റ് ഇടുന്നുണ്ട്. റോട്ടിൽ നടന്ന് റോഡ് മുഴുവൻ നടന്ന് ഭക്ഷണം കൊടുക്കലും പരിപാടിയൊക്കെ ആയിട്ട് ആരെങ്കിലും ഇത് എതിർത്തിട്ടും കാര്യമില്ല ഇവരോട്. ഈ മേഖലയിൽ ആകെ നടന്നു പോകാൻ പോലും ബുദ്ധിമുട്ടാണെന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ചേച്ചി എന്താ പോകാൻ പേടിച്ച് നിൽക്കണോ? നായ്ക്കളെ പേടിച്ച് നിൽക്കാണ്. ഇന്നാള് മോള് പോയപ്പോ മോളുടെ മേലേക്ക് ചാടി കടിക്കാൻ വന്നേ, അത് കാരണം പേടിച്ച് നിൽക്കണതാ. ഓ, നടന്നു പോകാനൊക്കെ ബുദ്ധിമുട്ടാണോ? അപ്പൊ അതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വണ്ടിക്കാരനൊക്കെ തട്ടിയിട്ടുണ്ട്. ഒരു അമ്മയും മോളും നാളെ വണ്ടിയിൽ നിന്ന് വീണൂടെ. ഈ സംഭവത്തിൽ ശാശ്വത പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് വർഷങ്ങളായി ഇവിടത്തുകാർ പ്രതിഷേധത്തിലാണ്. പക്ഷേ ഒന്നും സംഭവിക്കുന്നില്ല. അവണൂർ പഞ്ചായത്തിന് കീഴിലെ ഈ സ്ഥലത്തിൽ നായ്ക്കളെ സംരക്ഷിക്കുന്ന വീട്ടിൽ നിന്ന് സാംക്രമിക രോഗങ്ങൾ പോലും പടരുമോ എന്ന ആശങ്കയാണ് പഞ്ചായത്ത് അധികൃതർക്ക് പോലുമുള്ളത്. ഒരു നോട്ടീസ് കൊടുക്കാൻ പോലും വീടിനകത്തേക്ക് കടക്കാൻ സമ്മതിക്കാത്ത സ്ഥിതിയാണ് വീട്ടുടമയ്ക്കുള്ളതെന്ന് പഞ്ചായത്ത് മെമ്പർ തന്നെ പറയുന്നു. തെരുവ് നായ്ക്കളെ കൊണ്ട് ഒരു തരത്തിലും ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇവിടെയുള്ളവർക്ക്. സുജീവ ടമിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശൂർ.